മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നേ ദിവസം വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 3 വരെ വാക്യങ്ങൾ. സെന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 2 വേഴ്സസ് 1 to 3. ഹെറോദോസ് രാജാവിന്റെ കാലത്ത് യൂദയായിലെ ബേത്ലഹേമിൽ ഈശോ ജനിച്ചപ്പോൾ പൗരസ്ത്യ ദേശത്ത് നിന്ന് ജ്ഞാനികൾ ജെറുസലേമിലെത്തി. അവർ അന്വേഷിച്ചു, എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ? ഞങ്ങൾ കിഴക്ക് അവന്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. ഇത് കേട്ട് ഹെറോദോസ് രാജാവ് അസ്വസ്ഥനായി അവനോടൊപ്പം ജെറുസലേം മുഴുവനും. ദൈവശബ്ദം കേട്ടിറങ്ങിയവർ അതിനെതിരായി പ്രവർത്തിച്ചാൽ പ്രതീക്ഷിക്കാത്ത നാശനഷ്ടങ്ങൾക്കിടയാകും. ഈശോയെ കാണുവാനിറങ്ങിയ വിദ്വാൻമാരുടെ വരവിൽ ചില അപാധകൾ സംഭവിച്ചു. ഈശോയുടെ ജനത്തെപ്പറ്റി നക്ഷത്രത്തിന്റെ പ്രത്യക്ഷതയിലൂടെ ദൈവം വിദ്വാൻമാർക്ക് അറിവ് കൊടുത്തു. അതനുസരിച്ച് അവർ യാത്ര ആരംഭിച്ചു. ജെറുസലേമിൽ എത്തിയപ്പോൾ അവർ ദൈവിക വെളിപാട് ഉപേക്ഷിച്ച് സ്വന്തം യുക്തിക്കനുസരണമായി പ്രവർത്തിച്ചു. രാജാവായി പിറന്നയാൾ കൊട്ടാരത്തിലായിരിക്കുമെന്ന് നിശ്ചയിച്ച് ഹെറോദോസിന്റെ കൊട്ടാരത്തിലേക്ക് പോയി. തന്മൂലം അവരുടെ സമയവും ശ്രമവും പാഴിലായി. മാത്രമല്ല, വലിയ നാശനഷ്ടങ്ങൾക്കും പലരുടെ ദുഃഖത്തിനും ബന്ധപ്പാടിനും അത് കാരണമായി. ഒരു രാജകുമാരൻ തനിക്കെതിരായി ജനിച്ചിരിക്കുന്നുവെന്ന് മനസ്സിലാക്കിയ രാജാവ് നിർദോഷികളായ വളരെ ശിശുക്കളെ കൊന്നൊടുക്കി. മക്കൾ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ ദുഃഖത്തിലായി. രാത്രിയിൽ ജോസഫും മറിയവും ശിശുവിനെയും കൊണ്ട് ഈജിപ്തിലേക്ക് ഒളിച്ചോടി. വിദ്വാൻമാരോട് നക്ഷത്രശാസ്ത്രത്തിലൂടെ സംസാരിച്ച ദൈവം മറ്റു മാർഗങ്ങളിലൂടെ നമ്മോട് സംസാരിച്ചിട്ടുണ്ട്. ആന്തരിക ശബ്ദം നമ്മോട് സംസാരിക്കും. മറ്റുള്ളവരുടെ അനുഭവ സാക്ഷ്യം കേട്ടപ്പോഴും ദൈവം നമ്മെ വിളിച്ചിട്ടുണ്ട്. പ്രസംഗങ്ങൾ കേട്ടപ്പോഴും തിരുവചനം പഠിച്ചപ്പോഴും ഒക്കെ ദൈവം നമ്മോട് സംസാരിക്കുന്നുണ്ട്. സാഹചര്യങ്ങൾ ബുദ്ധിമുട്ടിച്ചപ്പോഴും പ്രയാസങ്ങളിലൂടെ കടന്നപ്പോഴും ദൈവം നമ്മോട് ഇടപെടുന്നുണ്ട്. അതനുസരിച്ച് ജീവിതത്തിൽ നാം തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യണം. എന്നാൽ ഇപ്പോൾ ബുദ്ധിപൂർവ്വം സ്വന്തം കാര്യം നേടുവാനുള്ള ആഗ്രഹം ഉണ്ടായേക്കാം. നാം അതനുസരിച്ച് ജീവിതത്തിന് വ്യതിയാനം വരുത്തിയാൽ പരാജയങ്ങളുടെയും ദൈവശബ്ദം കേട്ടിറങ്ങിയവർ അതുപേക്ഷിച്ച് സ്വന്തം ബുദ്ധിയിലൂടെ മുമ്പോട്ട് പോയാൽ അവർക്ക് തീർച്ചയായിട്ടും അത് ദൂഷ്യമായി ഭവിക്കും. അതുകൊണ്ട് ദൈവത്തിന്റെ വിളി കേട്ടവർ ഒരിക്കലും സ്വന്തം ബുദ്ധി അതിൽ പ്രയോഗിക്കരുത്. ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിച്ച് മുന്നോട്ടു പോകുവാൻ നാം ശ്രദ്ധിക്കണം. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.